2024 ലോക്സഭാ ഇലക്ഷനിൽ കനത്ത തിരിച്ചടിയാണ് കേരളത്തിൽ LDFന് CPIMന് ലഭിച്ചത്. ഒരു സീറ്റിൽ മാത്രമാണ് അവർക്ക് ജയിക്കാൻ സാധിച്ചത്. ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം അതിശക്തമായ വിമർശനങ്ങൾ, വിശകലനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നു. ഭരണവിരുദ്ധ വികാരമാണ്, പല കാരണങ്ങളും പറഞ്ഞു. ആ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അതോടൊപ്പം ശക്തമായി ഉയർന്നു വന്ന മറ്റൊരു വിമർശനം CPMും LDFും പിണറായി വിജയനും മുസ്ലിം പ്രീണനം നടത്തിയെന്നാണ്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജാതി മതഭേദമന്യേ അണിനിരന്ന ഇന്ത്യ ഒട്ടാകെ നടന്ന സമരമാണ് CAA വിരുദ്ധ പ്രക്ഷോഭം. ഇലക്ഷന്റെ തൊട്ട് മുമ്പ് അത് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ വീണ്ടും പ്രതിഷേധം ഉയരുക സ്വാഭാവികമാണ്. അപ്പീസ്മെന്റ് പൊളിറ്റിക്സ് എന്ന BJPയുടെ ആയുധം മതേതര വിശ്വാസികൾ എന്ന് കരുതപ്പെടുന്നവരും ഉപയോഗിക്കുന്നതായി കണ്ടുവരുന്നു. വളരെ നിശിതമായ വിമർശനം CPMനെതിരെ ഉയർത്തിയത് അവരുടെ ഫലസ്തീൻ അനുകൂല നിലപാടാണ്. ആരോപണങ്ങൾക്കുള്ള മറുപടിയുമായി പ്രകാശ് കാരാട്ട് ഇന്നലെ ദേശാഭിമാനിയിൽ ഒരു ലേഖനം എഴുതി. ഫലസ്തീൻ അനുകൂല നിലപാട് എങ്ങനെയാണ് മുസ്ലിം പ്രീണനമായി അവതരിപ്പിക്കുക? ഈ ആരോപണത്തിനുള്ള കൃത്യമായ മറുപടിയാണ് ലേഖനത്തിലൂടെ പ്രകാശ് കാരാട്ട് നൽകുന്നത്. സ്വന്തം രാഷ്ട്രത്തിന് വേണ്ടി 20ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ദേശീയ വിമോചന പ്രസ്ഥാനമാണ് ഫലസ്തീൻ ലിബറേഷൻ പോരാട്ടം. ഒരു ജനത അവരുടെ മണ്ണിന് വേണ്ടി പൊരുതുമ്പോൾ, സ്വരാജ്യത്തിന് വേണ്ടി പടപൊരുതുമ്പോൾ അവരെ പിന്തുണക്കുന്നത് എങ്ങനെയാണ് ഒരു മതവിഷയമാവുക? എല്ലാ പാർട്ടികളും, എല്ലാ സംഘടനകളും, മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളും ഫലസ്തീനൊപ്പം അണിനിരന്നു. അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ല, നയത്തിന്റെയും നിലപാടിന്റെയും ഭാഗമാണ്. പ്രകാശ് കാരാട്ട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം, മുസ്ലിം തീവ്രവാദികളാണ് ജൂതരാഷ്ട്രത്തെ ഭീഷണിപ്പെടുത്തുന്നതെന്ന വീക്ഷണം ഒരു വിഭാഗം ക്രൈസ്തവ സഭകളെയും ബാധിച്ചു. പ്രകാശ് കാരാട്ട് ഉന്നയിക്കുന്ന ഒരു വിഷയം, ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കുന്നതിന് മുമ്പ് ഫലസ്തീനിലെ അറബികളിൽ 12% ക്രിസ്ത്യാനികളായിരുന്നു. ഇപ്പോൾ ആ ക്രിസ്ത്യാനികൾ 2% ചുരുങ്ങി. ബത്ലഹേമിൽ 70 വർഷം മുമ്പ് വരെ 80% ക്രിസ്ത്യാനികളായിരുന്നു. 2001 വർണ്ണവിവേചന മതിൽ നിർമ്മിക്കാൻ ആരംഭിച്ചത്. അതോടുകൂടി ബത്ലഹേമിനെ ജെറുസലേമിൽ നിന്ന് വേർപ്പെടുത്തി. ഫലസ്തീനികൾ താമസിച്ച മുഴുവൻ സ്ഥലങ്ങളിലും ജൂത സെറ്റിൽമെന്റുകൾ ബോധപൂർവം സ്ഥാപിച്ചു. 80% ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്ന ബത്ലഹേമിൽ ഇപ്പോൾ കേവലം 11,000 നിവാസികളാണുള്ളത്. യേശു ക്രിസ്തുവിന്റെ കല്ലറയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ജെറുസലേമിലേക്ക് തീർത്ഥാടനത്തിന് പോകാൻ ബത്ലഹേമിലെ ക്രിസ്ത്യാനികൾക്ക് സാധിക്കില്ല. അവിടെ സന്ദർശിക്കണമെങ്കിൽ ബത്ലഹേമിലെ ക്രിസ്ത്യാനി അപേക്ഷ കൊടുക്കണം. ഈസ്റ്റർ ദിനത്തിൽ പോലും അവിടെ പോകാൻ അനുമതി ലഭിക്കാറില്ല. നിരവധി ക്രിസ്ത്യൻ ദേവാലയങ്ങൾ തകർത്ത കാഴ്ച നാം കണ്ടതാണ്. ഇന്ത്യ എപ്പോഴും ഫലസ്തീൻ വിമോചന പോരാട്ടങ്ങൾക്കൊപ്പമായിരുന്നു. ഇസ്രായേലിനൊപ്പമാണ് നരേന്ദ്രമോദിയും BJPയും. ഫലസ്തീനിൽ കൊല്ലപ്പെടുന്നത് മുസ്ലിങ്ങളായതുകൊണ്ട് BJPക്ക്, നരേന്ദ്രമോദിക്ക് ഇസ്രായേലിനോട് താല്പര്യമുണ്ടാവുക സ്വാഭാവികം. ഹോസ്പിറ്റലുകളും സ്കൂളുകളും അഭയാർത്ഥി ക്യാമ്പുകളും ബോംബിട്ട് നശിപ്പിക്കുന്ന ആ കൂട്ടക്കുരുതിക്ക് കൂട്ടുനിൽക്കാൻ മനസാക്ഷിയുള്ളവർക്ക് സാധിക്കില്ല. വർഗീയത എത്രമാത്രം അരിച്ചിറങ്ങിയിരിക്കുന്നു മലയാളികളുടെ മനസ്സിൽ എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഇത്തരം ചർച്ചകൾ. മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു.